ആമേൻ. എന്നെ കേൾക്കുന്ന ദൈവം ഇതിലെ യഹോവ സകല രോഗവും നിന്നിൽ നിന്ന് അകറ്റിക്കളയുമെന്ന കർത്താവിന്റെ വചനത്തിൽ പറയുന്നത്. രോഗികളായി ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് ഈ വചനത്തിൽ കൂടി നിങ്ങളോട് ആലോചന അറിയിക്കുന്നു. ചില രോഗങ്ങൾ നിങ്ങളിൽ നിന്ന് അകറ്റിക്കളയത്തില്ലെന്നല്ല പറഞ്ഞിരിക്കുന്നത്. സകല രോഗവും നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏതൊക്കെ രോഗമായിരുന്നാലും ആ രോഗം മുഴുവൻ എൻ്റെ സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് അകറ്റിക്കളയുമെന്നാണ് കർത്താവിന്റെ വചനം പറയുന്നത്. ദൈവവചനം എന്തു പറയുന്നു അതങ്ങനെ തന്നെ. അത് ഏറ്റെടുക്കുന്ന ആഴത്തിനനുസരിച്ചാണ്, ആ ഏറ്റെടുക്കുന്ന അളവിനനുസരിച്ചാണ് സ്വർഗത്തിലെ ദൈവം അത്ഭുതം ചെയ്യുന്നത്. ആമേൻ, സ്തോത്രം. പക്ഷെ കണ്ടീഷൻ ദൈവം പറഞ്ഞിട്ടുണ്ട്. അതിന്റെ 12-ാം വചനം ഇങ്ങനെ വായിക്കുന്നു: നിങ്ങൾ ഈ വിധികൾ കേട്ട് പ്രമാണിച്ച് നടന്നാൽ നിന്റെ ദൈവമായ യഹോവ നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത നിയമവും ദയയും നിനക്കായി പാലിക്കും. ആമേൻ, സ്തോത്രം. കർത്താവിന്റെ വചനം പ്രമാണിച്ച് നടക്കുന്നവർക്ക് ദയ കൽപ്പിക്കുന്ന ദൈവമാ, വിടുതൽ കൽപ്പിക്കുന്ന ദൈവമാ, സൗഖ്യം തരുന്ന ദൈവമാ. നിങ്ങളുടെ ചില രോഗങ്ങൾ മാത്രം സൗഖ്യമാക്കിയിട്ട് ബാക്കിയുള്ള രോഗങ്ങൾ പരിഹരിക്കുവാൻ പറ്റാത്ത ഒരു ദൈവത്തെ അല്ല ഞാനും നിങ്ങൾ വിളിച്ച് ആരാധിക്കുന്നത്. നിങ്ങളുടെ സകല രോഗങ്ങളും സൗഖ്യമാക്കുന്ന ദൈവത്തെ അത്ര ഇന്ന് പകലിൽ ഞാനും നിങ്ങളും വിളിച്ച് ആരാധിക്കുന്നത്. പക്ഷെ കണ്ടീഷൻ പറഞ്ഞത് കേട്ടില്ലേ? നമ്മൾ യാക്കോബ് 5:16 ഇങ്ങനെ വായിക്കുന്നു: എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞു ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കുവിൻ. നീതിമാന്റെ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. ആമേൻ, സ്തോത്രം. ഇന്ന് പകലിൽ ചില രോഗത്തിന്റെ വിടുതലിന് തടസ്സമായി നിൽക്കുന്നത് പാപമാകാം കാരണം. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് കർത്താവിന്റെ സന്നിധിയിൽ കടന്നു വന്നാൽ ഇന്ന് പകലിൽ രോഗസൗഖ്യത്തോടെ മടങ്ങാം. ആമേൻ, സ്തോത്രം. ഒരുവന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി ഇന്ന് പകലിൽ സംഭവിച്ചിരിക്കും. നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഏത് വലിയ രോഗമായിക്കോട്ടെ, ബ്ലഡ് പ്രഷറോ, ഡയബറ്റിക്സോ, ക്യാൻസറോ, ബ്രെയിൻ ട്യൂമറോ, എന്ത് തൈറോയിഡ് കണ്ടീഷൻസിന്റെ പ്രോബ്ലങ്ങളോ, എന്ത് ശരീരത്തുള്ള അബ്നോർമാലിറ്റികളോ, ഡിപ്രഷനോ, മാനസിക രോഗങ്ങളോ, മാനസിക അസ്വസ്ഥതകളോ എന്ത് തന്നെയായിരുന്നാലും അവൻ സർവ്വ രോഗങ്ങളുടെയും വൈദ്യനാകുന്നു. ഇന്ന് പകലിൽ ഡോക്ടേഴ്സിന്റെ റിപ്പോർട്ടിൽ വിശ്വസിക്കാതെ, മെഡിക്കൽ സയൻസിൽ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കാതെ അങ്ങനെ തളർന്നിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ആമേൻ, സ്തോത്രം, സംശയത്തോടെ ദൈവവചനത്തിൽ സംശയത്തോടെ നോക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിന് ഇന്ന് പകലിൽ തന്നെ ക്യാൻസൽ ചെയ്യുന്നു. ആമേൻ, സ്തോത്രം. നിങ്ങളുടെ സംശയങ്ങളെ ഇന്ന് പകലിൽ സ്വർഗം ക്യാൻസൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. സ്വർഗത്തിലെ ദൈവത്തിന്റെ വചനത്തിൽ ഉറപ്പോടെ ഒന്ന് വിശ്വസിച്ചാട്ടെ, സ്വർഗം നിങ്ങളുടെ ജീവിതത്തിൽ മേൽ അത്ഭുതം ചെയ്യുവാൻ പോകുന്നു.